ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും ന്യൂസിൽ സീറ്റ് ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ +1 അഡ്മിഷന് മതിയായ സീറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം. ആദ്യം തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ പാനിക് ആവേണ്ട കാര്യം അല്ലെങ്കിൽ ടെൻഷൻ ആവൊന്നും വേണ്ട. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ മലബാറിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 1,70,735 സീറ്റ് മാത്രമേ നിലവിലുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അതില് നമ്മൾ അപ്ലൈ ചെയ്ത കുട്ടികൾ 2,43,453 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 72,718 സീറ്റാണ്. അത്രയും ആൾക്കാർക്ക് സീറ്റ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മലപ്പുറം ജില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് 82,753 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്രയും പോപ്പുലേഷൻ കൂടിയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇത്രയും കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 57,855 ആൾക്കാർക്ക് മാത്രമേ സീറ്റ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 4,000 അല്ലെങ്കിൽ 25,000 ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന് സീറ്റ് കിട്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സീറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ 1,00,000-ഓളം സീറ്റ് കൊടുത്തിട്ടുണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്കിപ്പോൾ മാർജിനൽ സീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് സ്കൂളുകളിൽ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ലാസ്റ്റിലേക്ക് എക്സ്ട്രാ സീറ്റ് എന്നുള്ള രീതിയിൽ നടപടി ഉണ്ടാവും എന്നാണ്. ഇതിപ്പോ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ നേരിട്ടുള്ള അപ്ലിക്കേഷൻ ഏകജാലക മുഖേന കൊടുത്തിട്ടുള്ള സീറ്റുകളെ കാര്യം മാത്രമാണ്. അല്ലാണ്ട് കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട ഒക്കെ വേറെ സീറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഇതിൽ ഉൾപ്പെടും. ഓക്കെ, പിന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവാണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇതിനനുസരിച്ചുള്ള നടപടികൾ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ ആകുമ്പോഴേക്ക് അതിനനുസരിച്ച് സീറ്റുകൾ കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. ഇതിലൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതുതായും അപേക്ഷിക്കാം. ഇനി ഇപ്പം അപേക്ഷ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും പുതുക്കുകയും ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ടെൻഷൻ ആവണ്ടെന്ന് ആദ്യം ഞാൻ പറയാണ്. കൂടാതെ ഇപ്പം പല മക്കളും ചോദിച്ചിട്ടുണ്ട്, റാങ്ക് വെച്ച് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുമോ എന്നുള്ള കാര്യം പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോടാണ് മക്കളെ, സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ റാങ്ക് മാത്രമല്ല, റാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കാറ്റഗറി കൂടെ ചിലപ്പോൾ നോക്കും. എന്ന് വെച്ചാൽ കാറ്റഗറി ചിലപ്പോൾ അല്ല, എന്തായാലും നോക്കും. കാരണം കാറ്റഗറി ഒരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ OBC കാറ്റഗറിയിലുള്ള ആളെ വിളിച്ചു, ആ കാറ്റഗറിയിൽ ഇത്രാമത്തെ റാങ്കിലുള്ള ആളെയാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ OBC കാറ്റഗറിയിൽ ഇപ്പം 250 ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 252 ആൾക്ക് എന്തുണ്ട്, ചാൻസ് ഉണ്ട്. സോ മനസ്സിലാക്കണം, നിങ്ങളെ റാങ്ക് ഒരു കാര്യമാണ്. ആ ഒരു ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിൽ പോലും ആ ഒരു കാറ്റഗറിയും കൂടെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെൻഷൻ ആവേണ്ട ആദ്യം പറയാണ്. കൂടാതെ ഇനി ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു എക്സ്ട്രാ വീഡിയോ പറഞ്ഞു തരുന്നതായിരിക്കും അതിലൂടെ. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മിസ് ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഞാൻ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ, തിരക്കൊന്നും ഇല്ലാണ്ട് മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മളും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. കാരണം ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള കുട്ടി ഇപ്പൊ ചിന്തിക്കുകയാണ്, എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വേണ്ട, എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ മതി. അത് നടക്കുമോ നിങ്ങൾ പറ? അതൊരിക്കലും നടക്കാൻ പോണില്ല. അപ്പൊ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ള മക്കളോടൊക്കെയാണ്, നിങ്ങൾ ഇനി അതിൽ സംതൃപ്തി അടഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ കിട്ടണം. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാണ്, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആദ്യം തൊട്ടേ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാണ്ടും കേട്ടിട്ടുണ്ടാവും മക്കളെ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, നമുക്ക് ആ ഒരു ഓപ്ഷൻ മതി എന്നുള്ള സ്ഥലം മാത്രമേ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായി കൊടുക്കാവൂ. സോ ഫസ്റ്റ് ഓപ്ഷനൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ പരമാവധി അവിടെ തന്നെ നിൽക്കാൻ നോക്കുക. നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവരും അതിനനുസരിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവാന്ന് വിചാരിക്കുന്നു. അപ്പം അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വരാതെ നിങ്ങൾ നോക്കുക. പല കുട്ടികളും കെയർലെസ് ആവരുത് എന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്കൊരു അടുത്ത അഡ്മിഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ സ്കൂളിൽ പോയി ചേരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ എൻ്റെ മക്കൾ ചെയ്യാം. അപ്പൊ എല്ലാവരോടും കൂടിയാണ്. അപ്പൊ ചെയ്യാത്ത മക്കളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നീട് നമ്മളെ റിഗ്രറ്റ് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല.
സോ എൻ്റെ മക്കളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ ന്യൂസുകളൊന്നും കേട്ട് പേടിക്കേണ്ട, അതിനനുസരിച്ച് സീറ്റുകളൊക്കെ കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, താങ്ക് യു.